ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഒരു പുതിയൊരു ജിമെയിൽ ID ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം മുതൽ ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പൊ ഈ ജിമെയിൽ ID അല്ലെങ്കിൽ ഇമെയിൽ ID അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരേ കാര്യം തന്നെയാണ്. അപ്പം ഒരു പുതിയൊരു ജിമെയിൽ ID ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈലില് ജിമെയിൽ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഇപ്പം എന്റെ മൊബൈലിൽ ജിമെയിൽ ആപ്പ് കാണാൻ നിങ്ങൾക്ക് ആ ജിമെയിൽ ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോ ആ ജിമെയിൽ ആപ്പ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഇപ്പം നിലവിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് പുതിയൊരു ജിമെയിൽ ID ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഈ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഈ മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ താഴെ കാണുന്ന ആഡ് അനദർ അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണാം. ആ ആഡ് അനദർ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോ ഇവിടെ ആഡ് അനദർ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പല ഓപ്ഷനും കാണാം. അതില് ഗൂഗിൾ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. നിങ്ങൾക്ക് ഈ സ്ക്രീനിന്റെ താഴെ കാണാൻ സാധിക്കുന്നതാണ് ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും. നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. കാണാൻ സാധിക്കും ഇവിടെ രണ്ട് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നുണ്ട്. ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നുള്ളതും അതുപോലെ ഫോർ വർക്ക് ഓർ മൈ ബിസിനസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇവിടെ സാധാരണ ഒരു ജിമെയിൽ അക്കൗണ്ട് ആണ് നമുക്കിവിടെ ഒരു ജിമെയിൽ ID ആണ് നമുക്കിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഫോർ മൈ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഫോർ മൈ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞ ആദ്യത്തെ ഓപ്ഷൻ ഞാനിവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒരു അടുത്ത സ്ക്രീനിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിമും അതുപോലെ സർനെയിം അത് ഓപ്ഷണൽ ആണ്. ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യുക. അപ്പം ഞാനിവിടെ എന്റെ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യാണ്. ഞാൻ എന്റെ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഞാനിവിടെ സർനെയിം ഒന്നും ഞാനിവിടെ കൊടുക്കുന്നില്ല, കാരണം സർനെയിം എന്നുള്ളത് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ മതി. അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ അത് ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. ആദ്യം ഡേ കൊടുക്കുക. ഞാനിപ്പോ ഒരു ഡേ കൊടുത്തു. അതുപോലെ മന്ത് കൊടുക്കുക. ഞാനിപ്പോ ഒരു മന്ത് കൊടുത്തു. അതുപോലെ ഇയർ കൊടുക്കുക. ഞാനിപ്പോ ഒരു ഇയർ കൊടുത്തു. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക. അതിനുശേഷം താഴെ ജെൻഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ജെൻഡർ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ജെൻഡർ ഏതാണ് അത് കൊടുക്കുക. ഞാനിപ്പോ മെയിൽ കൊടുത്തു. ഓക്കെ, ജെൻഡർ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ കാണാം. ആ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അടുത്ത ഈ ഒരു വിൻഡോ കാണാം. ഈ ഒരു വിൻഡോ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിൻഡോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജിമെയിൽ ID നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ജിമെയിൽ ഐഡിയുടെ അവസാനം @gmail.com എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ നമുക്ക് @gmail.com എന്ന് കൊടുക്കണ്ട, അതിന് മുമ്പുള്ള പേര് മാത്രം കൊടുത്താൽ മതി. ഇപ്പം ഇവിടെ അഭിലാഷ് G എന്നാണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇമെയിൽ IDയുടെ കൂടെ നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ സ്പേസ് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഞാനിവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നതാണ് ദാറ്റ് യൂസർ നെയിം ഈസ് ടേക്കൺ ബൈ അനദർ എന്ന്. അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതായത് ഈ ഒരു പേരിൽ, അതായത് ഞാനിപ്പോ കൊടുത്ത പേരിൽ, അതായത് അഭിലാഷ് G എന്ന് പറയുന്ന പേരിൽ നേരത്തെ തന്നെ ഒരു ജിമെയിൽ ID ആരും എടുത്തു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആ ഒരു പേര് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അഭിലാഷ് G എന്ന് പറഞ്ഞ ആ പേര് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് പേരിന്റെ ഒന്നെങ്കിൽ പേരിന്റെ കൂടെ വേറെ എന്തെങ്കിലും കുറച്ച് വേർഡ്സും കൂടെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ച് നമ്പർ, ഇപ്പൊ 1 2 3 എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണത്തിന് ഇതിന്റെ കൂടെ 1 2 3 എന്ന് പറഞ്ഞൊരു നമ്പർ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ വീണ്ടും അതേ മെസ്സേജ് തന്നെയാണ്, അതായത് അഭിലാഷ് G 1 2 3 എന്ന് പറഞ്ഞ ആ ഒരു യൂസർ നെയിമും നേരത്തെ എടുത്തതാണ്. അപ്പൊ നമുക്ക് അത് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്കൊന്നെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ചും കൂടെ കൂടുതൽ നമ്പർ 1 2 3 4 5 അങ്ങനെ എന്തെങ്കിലും നമ്പർ കൊടുക്കാം. ഞാനിപ്പോ 1 2 3 4 5 6 എന്ന് കൊടുത്തു, 4 5 എന്ന് കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു. അപ്പം അപ്പോഴും കാണാം ഈ ഒരു പേര് അവൈലബിൾ അല്ല. അതായത് അഭിലാഷ് G 1 2 3 4 5 എന്നുള്ളതും ഓൾറെഡി ആരും നേരത്തെ എടുത്തു കഴിഞ്ഞ യൂസർ നെയിം ആണ്. അപ്പൊ അത് നമുക്ക് അവൈലബിൾ അല്ല. അപ്പൊ നമ്മള് ഞാനിപ്പം 1 2 3 എന്നുള്ളത് ഞാൻ ഫ്രണ്ടിൽ കൊടുക്കുകയാണ്. അതായത് പേരിന് മുമ്പായിട്ട് ഞാൻ 1 2 3 എന്ന് കൊടുത്തു.
എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കും ആ ഒരു പേര് അവൈലബിൾ ആണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 1 2 3 അഭിലാഷി എന്നുള്ളത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് നമ്മൾ കൊടുക്കേണ്ടത് വെച്ചാൽ പാസ്വേഡ് ആണ്. അപ്പം പാസ്വേഡ് എന്ന് പറയുന്നത് കഴിയുന്നത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആൽഫബറ്റ് യൂസ് ചെയ്യാം. അതായത് ABCD മുതൽ Z വരെ ഉള്ളത് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം, അതുപോലെ സ്മോൾ ലെറ്റർ കൊടുക്കാം, അതുപോലെ നിങ്ങൾക്ക് നമ്പേഴ്സ് കൊടുക്കാം, 1 2 3 അങ്ങനെ നമ്പേഴ്സ് കൊടുക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സിംബൽസ് ഉണ്ടല്ലോ, സ്റ്റാർ, ഹാഷ്, അതുപോലുള്ള സിംബൽസ്, @, അതുപോലെ ഡോട്ട്, അങ്ങനത്തെ സിംബൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക. അപ്പൊ ആ പാസ്വേഡ് 8 അക്ഷരമെങ്കിലും ഉള്ളൊരു പാസ്വേഡ് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഒരു പാസ്വേഡ് കൊടുക്കാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പാസ്വേഡ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു വിൻഡോ വരും, അതായത് റിവ്യൂ യുവർ അക്കൗണ്ട് ഇൻഫോ. അപ്പം നിങ്ങൾ ഇവിടെ ഇപ്പം നമ്മുടെ ഇമെയിൽ ഐഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്, ജിമെയിൽ ഐഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കറക്റ്റ് ആണോ. 1 2 3 അഭിലാഷി എന്ന് പറയുന്നതാണ് എന്റെ ജിമെയിൽ ഐഡി. ഓക്കെ, ഈ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഞാനപ്പം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ അടുത്തതായിട്ട് വരുന്നത് പ്രൈവസി ആൻഡ് ടൈംസ് എന്ന പേജാണ്. അപ്പം അത് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യണം. താഴേക്ക് സ്ക്രോൾ ചെയ്തതിനു ശേഷം താഴെ ഐ അഗ്രി എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ സാധിക്കും. അപ്പൊ ആ ഐ അഗ്രി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ പുതിയൊരു ജിമെയിൽ ഐ ഡി അങ്ങനെ വിജയകരമായിട്ട് നമുക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി ഈ ഇമെയിൽ ഐ ഡി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നോ, അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പൊ ഞാൻ എന്റെ ഫോണിൽ ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷന്റെ മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കൺ, അതായത് വലതുവശത്തെ മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ വലതുവശത്ത് കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ ജിമെയിൽ ഐ ഡിയും കാണിക്കുന്നതാണ്. അതില് നമ്മളിപ്പം അവസാനം ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ ഐ ഡി ഏതാണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പം ഞാൻ ഇവിടെ 1 2 3 abhilash@gmail.com, അപ്പൊ അതാണ് ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ ഐ ഡി. അപ്പൊ ആ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ ഐ ഡിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളിപ്പം പുതിയതായിട്ട് ഈ പുതിയ ജിമെയിൽ ഐ ഡിയിൽ നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പുതിയ ജിമെയിൽ ഐ ഡിയിൽ നമ്മളിപ്പം ലോഗിൻ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയൊരു യൂട്യൂബ് ചാനൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജിമെയിൽ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ജിമെയിൽ ഐ ഡിയിൽ നിന്ന് ഇമെയിൽ അയക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഈ ഒരു ജിമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഗൂഗിൾ ഡ്രൈവ്, അതുപോലെ ഗൂഗിൾ ഫോട്ടോസ്, അതിനൊക്കെ തുടങ്ങിയ എല്ലാ ഗൂഗിളിന്റെ സേവനങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഒരു ജിമെയിൽ ഐ ഡി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.